അറബിക് മൻഷീസ് എക്സാമിനേഷൻ എന്ന പരീക്ഷ അവിടെയാണ്. അങ്ങനെ ആ പരീക്ഷ പാസ്സായി. ഏകദേശം 20-ാമത്തെ വയസ്സിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് UP സ്കൂളിൽ വരെ അറബി പഠിപ്പിക്കാനുള്ള യോഗ്യത ഉള്ള സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഈ ദർസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ ബസ് യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ഒരു രീതി ഉണ്ടായി. സുന്നികളല്ലാത്തവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ അങ്ങോട്ട് പഴച്ചു പോകും ധാരണ ആ കാലത്ത് ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സമസ്തയുടെ സമ്മേളനം തിരുനാവായിൽ നടക്കുന്നത്. സമ്മേളനത്തിന് ഒരു ഓഫീസ് സെക്രട്ടറിയാണ്. അപ്പം ആരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഓഫീസ് സെക്രട്ടറിയാക്കി നിയമിച്ചു. KV ഉസ്താദ് ഖുർആൻ പരിഭാഷ എഴുതലും മുബലേനാണ്, ഫസ്റ്റ് കൊണ്ടുകൊടുക്കലും മുബലേനാണ്, എഡിറ്റ് ചെയ്യലും മുബലേനാണ്, പിന്നെ അവസാനം പുസ്തകമായി രൂപാന്തരം പ്രാപിച്ചാൽ വിൽക്കാൻ നടക്കലും മുബലേനാണ്. ദർസുകാലം എന്ന് പറഞ്ഞാൽ 1966 മധ്യത്തിൽ സ്കൂൾ വർഷം അവസാനിച്ചു. 66 ഒരു അരക്കൊല്ലവും 67 ഒരു 1.5 കൊല്ലം. ഇതിലാദ്യം എൻ്റെ നാടിൻ്റെ അടുത്ത് തന്നെയുള്ള കാവതികളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കൂരിയാടെന്ന് ഇന്ത്യന്നൂർ വഴി കോട്ടക്കലേക്ക് വരുമ്പോൾ കോട്ടക്കലിൻ്റെ ഒരു 1.5 കിലോമീറ്റർ മുമ്പുള്ള സ്ഥലം കാവതികളം. കാവതി കുളം എന്നല്ല, ചില ആൾക്കാർ അങ്ങനെ പറയും, കളം എന്നാണ്. അപ്പോൾ അവിടുത്തെ ജുമാഅത്ത് പള്ളിയിൽ ആണ് ഒരു ദർസ് വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ ആദ്യം ചേരുന്നു. അതിന് മുമ്പ് നാട്ടിൽ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ നിന്ന് ഉസ്താദായിരുന്നത് ക്ലാരി മഹമ്മൂദ് മുസ്ലിയാർ MFB എന്ന് പറഞ്ഞ ആളാണ്. ക്ലാരി എഡ്രിക്കോട്ടിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹമാണ് അവിടെ മുദരിസായിരുന്നത്. ബാക്കിയത്തുനിന്ന് നേരെ ദർസ് നടത്താൻ വന്നു. അങ്ങനെ അവിടെ ദർസ് നടത്തവെയാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. ചങ്ങരംകുളത്തിനടുത്ത് ചിയ്യാനൂർ. അദ്ദേഹത്തിന് മക്കൾ 2 ഹുദവികളുണ്ട്. ഒന്ന് സലീം ഹുദവിയും സലീമിൻ്റെ അനുജൻ മുനീർ ഹുദവിയും. അപ്പോൾ അതാണ് നമ്മുടെ ദർസിലുള്ള ആദ്യത്തെ ഉസ്താദ്. അദ്ദേഹം കുറച്ചൊരു പുതിയ കാഴ്ചപ്പാടുകൾ, വിദ്യാഭ്യാസ രീതികളൊക്കെ സ്വീകരിച്ചിരുന്ന ആളാണ്. പത്രങ്ങളിൽ എഴുതിയിരുന്നു. അന്ന് അദ്ദേഹം ചന്ദ്രിക ദിനപത്രത്തിൽ എഴുതിയിരുന്നു, ആഴ്ചപ്പതിപ്പിൽ എഴുതിയിരുന്നു. അങ്ങനെ മൗലവിമാരെ കൊടുക്കുന്ന ആദ്യം ഒരു എഴുതുന്ന ആൾ എന്നുള്ളതൊക്കെ അദ്ദേഹത്തെയാണ് ഞാൻ കണ്ടത്, അനുഭവിച്ചത്. ക്ലാരിയിലായിരുന്നു സ്വദേശമെങ്കിലും പിന്നീട് ഈ ചിയ്യാനൂരിൽ അദ്ദേഹം താമസമാക്കി. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ സലീം, മുനീർ എന്നൊക്കെ പറഞ്ഞാൽ അവരെ നാട് ചിയ്യാനൂരാണെന്ന് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ദർസിൽ സാഹിത്യ സമാജം പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അൽഫിയൊക്കെ അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായി, സുഗ്രാഹ്യമായി, മൗലികമായി, ആധികാരികമായി ഒക്കെ പഠിപ്പിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന് അൽഫിയ പഠിപ്പിച്ചു കൊടുത്തൊരു ഉസ്താദുണ്ട്, ഒരു അബൂബക്കർ മുസ്ലിയാർ എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അൽഫിയയിലൊരു മുഹഖിഖായിരുന്നു. അപ്പോൾ ആ തഹഖീഖാത്ത് ആഴമേറിയ പാഠങ്ങളൊക്കെ അദ്ദേഹം ഞങ്ങളുടെ അൽഫിയ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. അൽഫിയയും ഫത്ഹുൽ മുഈനുമാണ് അന്ന് ഞാൻ ഓതിയിരുന്നത്. അങ്ങനെ ഈ കാവതികളം അവിടെ സാധാരണ ദർസ് വിദ്യാർത്ഥി ആയിക്കൊണ്ട് തന്നെ അവിടെ 2-3 വീടുകളിലായിട്ടായിരുന്നു ഭക്ഷണം. അതിൽ ഒരു നേരം ഭക്ഷണത്തിന് പോയിരുന്ന ഒരു വീട്ടിലെ പുതിയ ഒരു യുവാവുമായി പരിചയപ്പെടാൻ അടുത്ത കാലത്ത് അവസരം ഉണ്ടായി. അവിടെ ഭക്ഷണത്തിന് പോയിരുന്ന കാലത്ത് ആ ഗൃഹനാഥൻ്റെ മകൻ അലവി എന്നാണ് അയാളുടെ പേര്, അലവി കുഞ്ഞു എന്നാണ് വിളിക്കുക. അലവി കുഞ്ഞു പിന്നെ എൻ്റേതുപോലെ വലുതായി വന്ന് അലവി കുഞ്ഞുവിനൊരു മോനുണ്ടായി, മുസ്തഫ. ഇപ്പോൾ ദുബായിലാണ്. നമ്മളെ ഹുദവികളായിട്ട് വളരെ അടുത്ത ആളാണ്. ഹുദവി സർക്കിളുമായി അടുത്ത ബന്ധമുള്ള ആളാണ്. യോഗങ്ങളിൽ പങ്കെടുക്കും, ചിലപ്പോഴൊക്കെ അവർക്ക് സഹായമൊക്കെ ചെയ്യുന്ന ആളാണ് മുസ്തഫ. അപ്പോൾ ഈ കാവതികളത്തു നിന്ന് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ചെങ്കുവെട്ടി, കോട്ടക്കൽ ചെങ്കട്ടിക്കുണ്ട് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ താഴെയുള്ള സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്, മുകളിലൊരു പള്ളിയുണ്ട്. മുകളിലെ പള്ളി ആ ചെങ്കുവെട്ടി ജംഗ്ഷൻ്റെ ഒക്കെ ഏകദേശം അടുത്തൊരു പള്ളിയുണ്ട്, അതാണ് ചെങ്കുവെട്ടി മേലുള്ള പള്ളി. ഞാൻ പഠിച്ചിരുന്നത് താഴെയുള്ള പള്ളിയിലാണ്. അവിടെ ഉസ്താദായിരുന്നത് കോഴിച്ചനക്കാരൻ ഒരു കുഞ്ഞേന്തു മുസ്ലിയാരായിരുന്നു. കുഞ്ഞേന്തു മുസ്ലിയാർ. സൈനുദ്ദീൻ ലോപിച്ച വേറൊരു പേരാണ് ഏന്തി എന്ന് പറയുന്നുണ്ട്. ഏന്തിയും കുട്ടിയാജി നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്നു. കുഞ്ഞേന്തു എന്നുള്ള പേര് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചില പ്രദേശങ്ങളിൽ അത്തരം പേരുകൾക്ക് സ്വീകാര്യത ഉണ്ടാവും. കാരണം അങ്ങനെ കാര്യപ്പെട്ടവരുടെ ആ പേരിൽ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവരെ പേരെടുക്കും. അതിൽപ്പെട്ടാണ് യാഹു എന്നാണ്. യാഹു എന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് നടന്നിരുന്നൊരു തങ്ങൾ ഉണ്ടായിരുന്നു. തങ്ങളാണെന്ന് അനുമാനിക്കപ്പെടുന്ന ഒരാൾ. യാഹു എന്നാണ് പഠിച്ചാണ് വിളിക്കുന്ന ഒരു പേരാണ്. തിരൂർ പുതിയങ്ങാടിൻ്റെ പരിസരത്തൊക്കെ കുറേ ഉണ്ട്, യാഹുട്ടിയുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു പേരാണ് ഈ കുഞ്ഞേന്തു എന്നല്ല. അദ്ദേഹം ഒരു ദർസി ഉസ്താദായിരുന്നു. എന്ന് പറഞ്ഞാൽ തഹസീലൊന്നും ഇല്ലാത്ത കോഴിച്ചനയിലിരുന്ന അദ്ദേഹത്തിൻ്റെ മകനുമായി ഇപ്പോഴും കണ്ടാൽ യോഗ്യമുണ്ട്, പരിചയമുള്ള ഒരാളാണ്, മുലീരനാണ്. അങ്ങനെ കുഞ്ഞേന്തു മുസ്ലിയുടെ അടുത്ത്
ദർസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അഫ്ളുലുലമ അല്ലാത്ത വേറൊരു പരീക്ഷ ഉണ്ടായിരുന്നു, ലോവർ ഹയർ എന്നൊക്കെ പറഞ്ഞു. അതായത് അറബിക് മുൻഷീസ് എക്സാമിനേഷൻ എന്ന പേരിലാണ് അത് പിന്നീട് വന്നത്. അപ്പോൾ ആ പരീക്ഷയ്ക്കുള്ളൊരു പ്രിപ്പറേഷൻ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കൂടെ അവിടെ ചെയ്തിരുന്നു ഞാൻ. ചെങ്കുവെട്ടി കുണ്ട്, നമ്മുടെ ആര്യവേദശാല ഹെഡ് ഓഫീസിൻ്റെ ഒക്കെ ഏകദേശം അടുത്തായിട്ട് വരും ഈ ചെങ്കുവെട്ടിക്കുണ്ടിലെ പള്ളി. ആ പള്ളിയിൽ ഏകദേശം ഒരു 8 മാസമൊക്കെ അവിടെ ആയപ്പോഴേക്ക് ഷാബാനായി. മറ്റോടുന്നതിനനുസരിച്ചാണ് ഒരു പകുതി അവിടെ നിന്നു. അങ്ങനെ ഏകദേശം 1.5 കൊല്ലമാണ് ആദ്യത്തെ ദർസ് ജീവിതം. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വർഷം പൂക്കോട്ടൂരിൽ നിന്ന് മഞ്ചേരിയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മാരിയാട്ടേക്ക് പോകുമ്പോൾ കാണുന്ന ആദ്യത്തെ ഒരു സ്ഥലമുണ്ട്, മുണ്ടിത്തൊടിക എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. മുണ്ടിത്തൊടിക മഞ്ചേരിയിലൊക്കെ ആ റൂട്ടിന് പോകുമ്പോൾ വലത്തേ ഭാഗത്ത് റോഡ് സൈഡിൽ ഈ പ്രദേശത്തെത്തുമ്പോൾ പള്ളിയോ. ഒരു വർഷം ആ ദർസിലും പഠിച്ചിട്ടുണ്ട്. അവിടെ ഉസ്താദായിരുന്നത് ഇരുമ്പുഴിയിലുള്ള AK ഹൈദർ മൗലവി ബാക്കവിയായിരുന്നു. ഹൈദർ മുസ്ലിയാർ പിന്നീട് അബുദാബിയിലേക്ക് പോയി. നല്ല കിതാബ് തിരുന്ന ഉസ്താദാണ് മൊയ്ലേര. അതുകൊണ്ട് അദ്ദേഹം ഒരു ശാന്തപ്രകൃതനുമാണ്. അതുകൊണ്ട് അദ്ദേഹം അബുദാബി ചെന്നപ്പോൾ നല്ല ജോലി കിട്ടി. ദാറുൽ ഇഫ്തായിൽ, അതായത് ഫത്വ സെക്ഷനിൽ കിതാബുകൾ നോക്കി ചോദ്യങ്ങൾക്ക് മറുപടികൾ തയ്യാറാക്കുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പണി. വളരെ ശാന്തന, സംഘടനാ രംഗത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് വെച്ചുമ്പൊളി ഉണ്ടാക്കി പ്രകടനപരത ഒന്നും ഇല്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഒരു 5-6 മാസം മുമ്പ് മരിച്ചു. ടീച്ചറായിരുന്നു അവർ രണ്ടുപേരെയും ഇവർക്ക് യാദൃച്ഛികമായി മക്ക ഹറമിൽ വെച്ച് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4-5 മാസം മുമ്പ് അദ്ദേഹത്തെ ഇരുമ്പൊഴി സ്വന്തം വസതിയിൽ പോയി സന്ദർശിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഉസ്താദാണ്. അപ്പോൾ ആ ഉസ്താദ് നമ്മൾ വളരെ സ്നേഹിക്കുന്ന, നമ്മളോട് വളരെ സ്നേഹമുള്ളൊരു ഉസ്താദാണ്. അദ്ദേഹം ഇപ്പോൾ അവസാനം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് 1983 മൂപ്പര് ജോലി ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഡോക്ടർ അഹമ്മദ് ഖലീൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പേര് കേരളത്തിലേക്ക് വന്നിരുന്നു 1983. അപ്പോൾ അന്ന് അദ്ദേഹം മടങ്ങി വന്നിട്ട്, അന്ന് ഈ അഹമ്മദ് ഖലീൽ സാഹിബിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ ഞാനാണ് പലയിടത്തുണ്ടായിരുന്നത്. അദ്ദേഹം ഈ അഹമ്മദ് ഖലീൽ മടങ്ങി ചെന്നിട്ട് ഹൈദർ മൊയ്ലേര നാട്ടുകാരനാണ് ഞാൻ. അപ്പം എൻ്റെ നാട്ടുകാരനായ ഒരു ഫുലാൻ ബിൻ ഫുലാനാണ് എൻ്റെ പരിഭാഷകനായിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ തന്നെയാണ്. അവിടെ അങ്ങനെ എന്തൊക്കെ ചെറിയ പണിയൊക്കെ എടുത്തുകൊണ്ട് കൂടുകയാണ് അവന് അവിടെ ഒന്നും നിൽക്കേണ്ട ആളല്ല. പുറം ലോകത്തേക്ക് വന്ന് അവൻ്റെ പേഴ്സണാലിറ്റി ഉയർത്താൻ വേണ്ടതൊക്കെ ചെയ്യണമെന്ന് അന്ന് ഡോക്ടർ അഹമ്മദ് ഖലീൽ സാഹിബ് പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിച്ചു അടുത്ത കാലത്ത് കണ്ടപ്പോൾ. എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു, അൽഹംദുലില്ലാ ഖലീൽ സാഹിബ് അന്ന് കണ്ട മാതിരി ഒക്കെ സംഭവിച്ചു, ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് ഉണ്ടായി തീർന്നത് എന്ന് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ള വളരെ നമ്മളെ സ്നേഹിക്കുന്ന, ആത്മാർത്ഥമായി പഠന കാര്യങ്ങളിലൊക്കെ നമ്മളെ താല്പര്യമൊക്കെ കണ്ടുകൊണ്ട് കൂടിയായിരിക്കണം അദ്ദേഹത്തിന് നമ്മളോട് വളരെ മതിപ്പാണ്. അതിനു മുമ്പ് സലാം പറഞ്ഞേക്കൽ. അമ്മിനിക്കാടുള്ള ഷാജി എന്നൊരു ഹുദവിയുണ്ട്. പിന്നെ അവൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, ഷാഫി ആക്കിയിട്ട്. അവൻ വിവാഹം ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രിയെയാണ്. അപ്പോൾ ആ കല്യാണത്തോടനുബന്ധിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെടാൻ അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഹൈദർ മുസ്ലിയാരായിരുന്നു. അൽഹംദുലില്ലാ അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്, സിഹത്ത്, സലാമത്ത്, ആഫിയത്തൊക്കെ പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ അടുത്താണ് ആ ഒരു കൊല്ലം അവിടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചത്. അദ്ദേഹം കുട്ടി മുസ്ലിയാരുടെ ശിഷ്യനായിരുന്നു. അപ്പോൾ ഫളഫരി കുടുംബത്തിൻ്റെ പാരമ്പര്യങ്ങൾ, കുട്ടി മുസ്ലിയാരുടെ തഹ്ഖീഖാത്തുകൾ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെ ചില ഏടുകൾ ഒക്കെ അന്ന് ഞങ്ങൾക്ക് ക്ലാസ്സുകളിൽ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അങ്ങനെ 1968 ആ 8 വർഷത്തോടു കൂടി ആ ഷാബാനുമായി നമ്മളെ വിദ്യാഭ്യാസ വർഷം അവസാനമായി. പിന്നെയാണ് അടുത്ത കൊല്ലം അൻവരിയയിലേക്ക് പോകുന്നത്. ജനുവരി 1 തുടങ്ങിയതാണ്. ജനുവരി 1 തുടങ്ങിയ അൻവരിയ അറബിക് കോളേജ് ഏകദേശം ഒരു 40 കൊല്ലം മുമ്പാണുള്ളത്. അന്ന് 50 കൊല്ലം മുമ്പാണ്. അന്ന് ഒരു പ്രത്യക്ഷമായി പറഞ്ഞ പേരിലുള്ളൊരു മാറ്റം. അതുവരെ നടന്നു വന്നിരുന്ന ദർസ് ഒരു കോളേജാക്കി ഉയർത്തി. അതിൻ്റെ ആദ്യത്തെ കൊല്ലമാണ്. കാര്യമായ പരിഷ്കരണ സംരംഭങ്ങൾ, രീതികളൊന്നും ആയിട്ടില്ല അന്ന്. അങ്ങനെയാണ് അവിടെ ഒരു കൊല്ലവും നേരത്തെ സൂചിപ്പിച്ചത് ഒരു 1.5 കൊല്ലം നിന്നപ്പോൾ പിന്നെ അവിടുന്ന് ഈ അറബി ഭാഷ കൂടുതൽ പഠിക്കണം, അറബി പരീക്ഷ ഏതെങ്കിലും എഴുതണം എന്നൊക്കെയുള്ള നിലക്ക് അവിടുന്ന് പോകുന്നു. കോഴിക്കോടാണ് പിന്നെ അന്ന് എൻ്റെ വാപ്പ ഹജ്ജിന് പോയ ഒരവസരമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ചൂഷണം ചെയ്തു, അല്ലെങ്കിൽ കൃത്രിമ വിനിയോഗങ്ങൾ നടത്തി എന്നും പറയാവുന്നതാണ്. വാപ്പയില്ലാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായി പോയി അവിടെ ചേർന്ന്. അവിടെ അന്നൊരു അറബി കോളേജ് നടക്കുന്നുണ്ട്. കുറ്റിച്ചിറ ജുമാഅത്ത് പള്ളിയുടെ നേരെ പടിഞ്ഞാറ് ജിഫ്രി ഹൗസും ജിഫ്രി ക്യാമ്പസും ഉണ്ട്. അവിടെ നിന്ന് അറബി കോളേജ് നടക്കുന്നുണ്ട്. ജലാലിയ അറബി കോളേജ് എന്നാണ് അതിൻ്റെ പേര്. കക്കാട്ടുള്ളൊരു അബ്ദുൽ ഖാദിർ മൗലവി ആയിരുന്നു അവിടുത്തെ മുദരിസ്. അപ്പോൾ അവിടെ സ്ഥിര വിദ്യാർത്ഥിയായി അവിടെ ചേർന്നു, പഠിച്ചു. ആ കൂട്ടത്തിൽ വൈകുന്നേരങ്ങളിൽ പിന്നെ ഒഴിവ് ദിവസങ്ങളിൽ സൺഡേസിലൊക്കെ
അവിടെ 2 ഹൈസ്കൂളുകളുണ്ട്. ഹൈസ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ഉസ്താദുമാർ, അറബി ടീച്ചേഴ്സ് അറബി പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ നടത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് ആദ്യമേ ഈ സ്ഥലമാറ്റത്തിന് തീരുമാനമെടുത്തത്. ഒന്ന് മുഹമ്മദിയ ഹൈസ്കൂളാണ്, മറ്റൊന്ന് മദ്രസത്തുൽ മുഹമ്മദിയ. ആ സ്കൂളാണെങ്കിൽ പേര് അറബിയിലിട്ടിട്ടുള്ളൂ, അൽ മദ്രസത്തുൽ മുഹമ്മദിയ. മറ്റൊന്നിന് അങ്ങനത്തെ ഒരു അറബി പേരാണ്. രണ്ടും ഏകദേശം അടുത്താണ്. കോഴിക്കോട് സിറ്റിയിൽ മുസ്ലിം ബാഹുല്യമുള്ളതുകൊണ്ട് കുട്ടികൾ ധാരാളം മുസ്ലിം കുട്ടികൾ ഈ സ്കൂളുകളിൽ രണ്ടിലും പഠിച്ചിരുന്നു. അവിടെ നിന്നാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തിട്ട് അറബിക് മൻഷീസ് എക്സാമിനേഷൻ എന്ന പരീക്ഷ അവിടെ നിന്ന് എഴുതുന്നു. പിന്നെ അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ പേര് പരിഷ്കരിച്ചു. ആദ്യം മുൻഷീസ്, ആ സ്കൂളിൽ അറബി പഠിപ്പിക്കുന്നവർക്ക് മുൻഷി എന്നാണ് പറയുക, അറബി മുൻഷി. പിന്നെ അറബിക് ടീച്ചേഴ്സ് എക്സാമിനേഷൻ ആക്കി. അതിൽ അഫ്ദലുൽമാ സ്ട്രീമല്ല, വേറൊരു സ്ട്രീമാണ്. പാഠ്യപദ്ധതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പരീക്ഷ പാസ്സായി. ഏകദേശം 20ാമത്തെ വയസ്സിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് UP സ്കൂളിൽ വരെ അറബി പഠിപ്പിക്കാനുള്ള യോഗ്യത ഉള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അത് ഈ കാവതികളം, ചങ്കുവെട്ടി ദർസിൻ്റെ തൊട്ട് പിന്നിൽ വന്ന പൂക്കോട്ടൂർ, അതിൻ്റെ തൊട്ട് പിന്നിൽ വന്ന അൻവരിയ അറബി കോളേജ്. നേരത്തെ പറഞ്ഞ ദർസുകളിലൊക്കെ അതിൻ്റെ ഒരു ആഗ്രഹം, അഭിലാഷം നമ്മുടെ മനസ്സിലുണ്ട്. അത് ജോലി നേടണമെന്നൊരു ലക്ഷ്യം അന്നില്ല. പരീക്ഷ പാസ്സാണ് എന്ന ഒരു വഹയി, ഒരു സന്ദേശം, ഒരു മാനസികമായ ഒരു അന്തച്ചോദന. പരീക്ഷ പാസ്സായി എന്നപ്പോൾ പിന്നെ ജോലിക്ക് പലരും പറഞ്ഞു. പക്ഷേ ജോലി ചെയ്യാനുള്ള നമ്മൾ മാനസികമായ സന്നദ്ധത പ്രകടിപ്പിച്ചില്ല. അങ്ങനെയാണ് പോയത്. അപ്പോൾ ഈ അൻവരിയയിൽ പഠിച്ച ശേഷം അവിടെ ഒരു 1.5 കൊല്ലമാണ്, ഇടക്കാലത്താണ് അവിടെ പോകുന്നുള്ളത്. ബാപ്പ ഹജ്ജിന് പോയ നേരം എന്ന് പറഞ്ഞാൽ, ഹജ്ജ് പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറമിലൊക്കെ ഉണ്ടാകുക. അന്ന് കപ്പലിന് ഹജ്ജിനോ കുറച്ചധികം സമയം കിട്ടും. ഏതായാലും ബാപ്പ മടങ്ങി വന്നപ്പോൾ അതിൽ അസംതൃപ്തനായി. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്കൊരു ദർസിക്കാനെ പോകണം എന്നൊക്കെ പറഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ പ്രശ്നമില്ല. അങ്ങനെയാണ് ബാപ്പാൻ്റെ കാർമ്മികത്വത്തിൽ, ഉത്സാഹത്തിൽ എടക്കുളത്ത് CH ഹൈദറോസ് മുസ്ലിയാരുടെ ദർസിലേക്ക് ചെല്ലുന്നത്. അതും ഒരു അസമയത്താണ്. എന്ന് പറഞ്ഞാൽ ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജയിലൊന്നല്ല, അതിന് ശേഷം. അങ്ങനെ ബാപ്പാൻ്റെ താല്പര്യത്തിന് അവിടെ നിന്ന് വേർപെട്ട് കോഴിക്കോട് നിന്ന് വിട്ട് കൊണ്ടുവരിക. അപ്പോൾ എടക്കുളത്ത് വന്നപ്പോൾ CH ഉസ്താദിൻ്റെ ദർസ് രീതി ഒരു പരിഷ്കരിച്ച ഒരു സവിശേഷ രീതിയിലുള്ള, അതിൻ്റെ പ്രത്യേക സവിശേഷതകളിൽ ഒന്ന്, നാട്ടുകാരായ വലിയ ആൾക്കാരൊക്കെ, ചെറുപ്പക്കാരെയൊക്കെ സംഘടിപ്പിച്ചിട്ട് അവർക്കൊരു ദീനി ക്ലാസ് നടത്തിക്കൊടുക്കും. റിയാദു സാലിഹിൻ ആധാരമാക്കിയായിരിക്കും മിക്കവാറും ഉണ്ടാകുക, അല്ലെങ്കിൽ ഇർഷാദ്, മുർഷിദ് തുടങ്ങിയ കിതാബ്. ആ കിതാബ് അങ്ങനെ ആധാരമാക്കിയിട്ട് അവർക്ക് ദീനിയായ നസീഹത്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ചിത്രം. അപ്പം അങ്ങനെ ഒരു ദർസാണ് നടന്നിരുന്നു. ഒരുപാട് ചെറുപ്പക്കാരുണ്ടാവും, 25-30 ചെറുപ്പക്കാർ. നാമസ്വറുപ്പൊന്നും അറിയില്ല അവർക്ക്. ഈ നസീഹത്ത് പറഞ്ഞു പോകും. എല്ലാ മാലിന്യശം കൃത്യമായി നടക്കും. പിന്നെ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറമെ പരിഷ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ കളരിപ്പായിട്ടുണ്ടായിരുന്നു. പള്ളീൻ്റെ ഉള്ളിൽ വെച്ചെന്ന് പറയാം, പക്ഷേ പള്ളിയല്ലാത്ത ഹൗദങ്കരയുടെ മീതെ ഒരു മാളിയുള്ള സ്ഥലമുണ്ട്, അവിടെ ചെന്നു കളരിപ്പയറ്റ് നടത്തിയിരുന്നു. ഭാഗ്യവശാൽ അവിടെ പഠിക്കുന്ന ഒരാൾ കളരി പഠിച്ച ആളായിരുന്നു. അയാൾ നവമുസ്ലിമുമായിരുന്നു. മേലാറ്റൂർ നല്ല പ്രസംഗകനായിരുന്നു അദ്ദേഹം. മൂപ്പര നേതൃത്വത്തിൽ കുറച്ച് ദിവസം കളരിയും പഠിച്ചു. വേറെയും ഞങ്ങൾ സഹപാഠികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 1.5 കൊല്ലം, 1 കൊല്ലം 7 മാസമൊക്കെ അവിടെ പഠിച്ചിട്ടുണ്ട്. ഈ സമയത്താണ് സമസ്തയുടെ സമ്മേളനം തിരുനാവായിൽ നടക്കാൻ തീരുമാനിക്കപ്പെട്ടത്. അന്ന് പരിസരത്തിൽ 3-4 പ്രധാനപ്പെട്ട ദർസുകളുണ്ട്. ഒന്ന് എടക്കുളം, രണ്ടാമത്തെ പുത്തനത്താണിയിൽ നിന്ന് പോകുമ്പോൾ എടക്കുളത്തിൻ്റെ മുമ്പ് ആനന്ദാവൂർ പറഞ്ഞ സ്ഥലം, അവിടെ മുദരിസായിരുന്നത് മുഹമ്മദ് ഉണ്ണി മുസ്ലിയാർ ബാക്കവിയ. പിന്നെ ആനന്ദാവൂർ പട്ടണനടക്കാവിൻ്റെ അടുത്താണ് അവിടെ ബസ് ഇറങ്ങുക. പട്ടണനടക്കാവ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമുണ്ട്, വലിയ പറപ്പൂർ എന്ന ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെ നമ്മളെ ഇസ്മായിൽ ഹുദവി ചമ്മലശ്ശേരിയുടെ ബാപ്പാൻ്റെ ജ്യേഷ്ഠൻ ഒരു AP ഇബ്രാഹിം മുസ്ലിയാർ ദർസ് നടത്തി. അതാണ് മറ്റൊരു പ്രധാന ദർസ്. അപ്പോൾ ഈ 3-4 ദർസുകളുടെ മുദരിസ്മാരൊക്കെ ഒരു ത്രിമൂർത്തികളായി സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന കാലമാണ്. CH ഉസ്താദ്, AP ഇബ്രാഹിം മുസ്ലിയാർ, പിന്നെ ആനന്ദാവൂർ ബീരാൻകുട്ടി മുസ്ലിയാർ. അങ്ങനെ അവിടെ സുന്നിവന സംഘത്തിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ മഹലിൻ്റെ വാർഷികം, മദ്രസയുടെ വാർഷികം ഇതൊക്കെ വന്നാൽ ഇവരാരെങ്കിലുമൊക്കെ 1-2 ആൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. യുവാക്കൾക്ക് വളരെ ചൈതന്യപൂർണമായ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വവും മാതൃകയും കാഴ്ചവെച്ചവരാണ് അവർ. അപ്പോൾ ആ ദർസുകൾ തമ്മിലും പരസ്പരം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരിക അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ഉസ്താദന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കുട്ടികൾക്ക് നസീഹത്ത് കൊടുക്കുക, അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അനന്താവൂർ ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ പിൽക്കാലത്ത് KK ഉസ്താദിൻ്റെ ഒരു മകളെ വിവാഹം ചെയ്ത ആളാണ്. അത് മരിച്ചുപോയി.
AP ഇബ്രാഹിം മുസ്ലിയാർ മരിച്ചുപോയി, ഉസ്താദും മരിച്ചു. അപ്പോൾ ഞാനത് ഇവരെ പറഞ്ഞത് ഇവരുടെ കൂടി പ്രോത്സാഹനവും പ്രേരണയും ഉണ്ടായിട്ടാണ് തിരുനാവായിൽ സമസ്തയുടെ സമ്മേളനം നടത്താൻ തീരുമാനിക്കപ്പെടുന്നത്. പിന്നെ അതിലുണ്ടായിരുന്ന ഒരു പ്രധാന ചാലകശക്തി എടക്കുളം മസ്ജിദിൽ ഖതീബും തിരൂർ കോരങ്ങത്ത് മുദരീസുമായിരുന്ന ഒരു അബൂബക്കർ ഹാജി ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞാലും ഇപ്പോൾ ഹാജി എന്നുള്ള പേരിലറിയാം, ബാക്കവി തന്നെയാണ്. അദ്ദേഹം CH ഉസ്താദും വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗത്തു നിന്നോ മുഷാവറയിൽ നിന്നോ ആണ് സമ്മേളന ചർച്ചകൾ വന്നപ്പോൾ അത് എടക്കുളത്ത് നടത്തുക, തിരുനാവായിൽ നടത്തുക, അവിടെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സമ്മേളനം അങ്ങോട്ട് കൊണ്ടുവന്നു. തിരുനാവായ പുഴയിലാണ് നടത്തിയത്. പുഴയിലന്ന് വെള്ളമില്ലാത്ത കാലമാണ്. പക്ഷേ അപ്രതീക്ഷിതമായി കിഴക്ക് എവിടെയോ മഴ ചെയ്തിട്ട് വെള്ളം വലിച്ചു വന്ന് സമ്മേളനം അവിടെ നിന്ന് മാറ്റി നവാമുകുന്ദ ഹൈസ്കൂളിൻ്റെ അടുത്താണ്, ആ സ്കൂളിലേക്ക് മാറ്റി. അവിടെയാണ് സമ്മേളനം അവസാനിച്ചത്. പറഞ്ഞു വന്നത്, ഈ സമ്മേളനം അവിടെ വന്നപ്പോൾ സമ്മേളനത്തിന് ഒരു ഓഫീസ് സെക്രട്ടറിയാണ്. അപ്പോൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ആളെ കൊണ്ടുവരണം. അവർക്കിപ്പോൾ സംസ്ഥാനം പറ്റിയും സമ്മേളനത്തെ പറ്റിയും ഒന്നും അറിയണ ആളായിക്കൊള്ളണമെന്നില്ല. അപ്പം ആരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ ഓഫീസ് സെക്രട്ടറിയാക്കി നിയമിച്ചു. അപ്പോൾ അങ്ങനെ ഒരു പരിചയവും ഈ ദർസ് ജീവിതത്തിനിടയിൽ ഉണ്ടായി എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം കിതാബൊക്കെ ശ്രദ്ധിക്കും. പിന്നെ എൻ്റെ ഓഫീസ് ടൈമിൽ ഇവിടെ വരും. കുറച്ച് നടക്കണം ഒരു 7 മിനിറ്റ് 6 മിനിറ്റൊക്കെ ഉള്ളത് പള്ളിയിൽ നിന്ന് ഈ ഓഫീസിലേക്ക്. സമ്മേളന കാര്യങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കണം. പിന്നെ സഹകാരികളായും വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അന്ന് സമ്മേളന സേവാ സമിതി എന്ന് പറയുന്ന സമിതി ഉണ്ടാക്കി. സമ്മേളനം വിജയിപ്പിക്കാൻ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് മാൻ പവർ കളക്ട് ചെയ്യാനും അത് ഉപയോഗപ്പെടുത്താനൊക്കെ വേണ്ടി സമ്മേളന സേവാ സമിതി നടന്നാണ് അങ്ങോട്ടൊക്കെ പോവുക. വൈകുന്നേരം അതിൻ്റെ ശേഷം വിവിധ മഹല്ലത്തുകളിൽ യോഗം ഉണ്ടാവും. ആ യോഗങ്ങളിലേക്ക് ഉസ്താദ് ഉണ്ടാവും, ഓഫീസ് സെക്രട്ടറി ആയതുകൊണ്ട് ഔദ്യോഗികമായി ഞാൻ ഉണ്ടാവും. പിന്നെ വേറെ സൗകര്യമുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് പോയി. അന്ന് നേരത്തെ പറഞ്ഞ പോലെ സമസ്ത ഒരു ജനകീയ പ്രസ്ഥാനമായി വരുന്നേ ഉള്ളൂ, പലർക്കും അറിയില്ല. ആ സാഹചര്യത്തിലാണ് തിരുനാവായ സമ്മേളനം നടന്നത്. 3 ദിവസമായിരുന്നു. ഒരു ദിവസം പിന്നെ സമസ്തയുടേത്, ഒരു ദിവസം ജാമിഅ നൂരിയയുടേത്, വിദ്യാഭ്യാസ ബോർഡിൻ്റെ, പിന്നെ അവസാനം പൊതുസമ്മേളനം. പാപ്പക്കത്തങ്ങൾ അവസാനം പങ്കെടുത്ത വലിയ യോഗം അതാ. അത് 72 മെയ് 6, 7, 8 തീയതികളിലാണ് നടന്നത്. ആ കൊല്ലം അവസാനം പാപ്പക്കത്തങ്ങൾ ഹജ്ജിന് പോയി. ജനുവരിയിൽ അവിടെ നിന്ന് മരിച്ചു. അപ്പോൾ ഓഫീസ് സെക്രട്ടറി എന്ന നിലക്ക് തങ്ങളുമായി കുറച്ച് കൂടുതൽ അടുത്ത് ബന്ധപ്പെടാൻ, തങ്ങൾക്ക് അതിനിടയ്ക്ക് മൂത്രമൊഴിക്കണം എന്നാണ് അദ്ദേഹത്തെ കൈപിടിച്ച് കൊണ്ടുപോയതൊക്കെ ഞാനാണ്. അപ്പം അങ്ങനെ ദർസ് ജീവിതത്തിലെ അനുഭവങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഈ സമ്മേളന സേവാ സമിതിയിൽ മഹല്ലുകൾ തോറും സഞ്ചരിക്കുക പറഞ്ഞാൽ ചെറിയ വിഷയമല്ല. ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അതിൽ ഒരു എൻറോൾമെൻറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. നമുക്കതുകൊണ്ട് ഔദ്യോഗികമായി തന്നെ വിവിധ മഹല്ലുകളിൽ ബന്ധപ്പെടാനും, അന്ന് ഹൈദർലി ശിഹാബ് തങ്ങളുമായി ഒരു സമ്മേളനത്തിൽ ബന്ധപ്പെടാനും അവസരം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഓതിയിരുന്നത് കോന്നല്ലൂർ എന്ന് പറഞ്ഞ ഒരു മഹല്ലിലെ ജമാഅത്ത് പള്ളിയിലാണ്. എടക്കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 4-5 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അവിടെ നിന്നാണ് തങ്ങൾ മഅവനത്തുൽ ഇസ്ലാമിക്ക് ഉപരിപഠനത്തിന് പോയത്. മഅവനത്തിൽ നിന്നാണ് തങ്ങൾ ജാമിഅ നൂരിയയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സമ്മേളന സേവാസമിതിയുടെ യോഗം കോന്നല്ലൂരിൽ സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അവരുടെ ഒരു മികച്ച പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലക്ക് ഹൈദർലി തങ്ങളെ അവർക്ക് ക്ഷണിച്ചിരുന്നില്ല. ഞങ്ങൾ നേരത്തെ അറിയും, പക്ഷെ അവിടെ കൂടുതൽ ബന്ധപ്പെടാൻ അവസരം ഉണ്ടായി. അങ്ങനെ യോഗം കഴിഞ്ഞ് പിരിഞ്ഞു പോന്ന്. അങ്ങനെ ഓരോ മഹല്ലത്തിലും സമ്മേളനത്തിൻ്റെ വിജയത്തിലുള്ള വിവിധ സംവിധാനങ്ങളുണ്ടായി. ഭക്ഷണ സാധനങ്ങൾ ശേഖരിക്കാനുള്ളൊരു പദ്ധതി ഉണ്ടായിരുന്നു. അരി, തേങ്ങ തുടങ്ങിയതൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ കൂടെ നടക്കും. പിന്നെ പൊതുസമ്മേളനം ഈ പുഴയിൽ നിശ്ചയിച്ചിരുന്നത്. പ്രതിനിധി സമ്മേളനങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് യോഗങ്ങളൊക്കെ മുകളിൽ നവാമുകുന്ദ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ ഹൈസ്കൂളുണ്ട്. അവിടെ ഇപ്പോൾ ഒരു ഹുദവി അധ്യാപകനായി സേവനം ചെയ്യുന്നുണ്ട്. നവാമുകുന്ദ കുറേ പഴയ സ്കൂളാണ്. അപ്പോൾ സ്കൂളിൽ ക്യാമ്പ്, ചർച്ച, ക്ലാസ്സൊക്കെ അവിടെ ആയിരുന്നു. സമ്മേളനം ഇവിടെ സമ്മേളനം തുടങ്ങി ഏകദേശം ഒരു 1-2 മണിക്കൂർ ആയപ്പോഴേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൂടി വരാൻ തുടങ്ങി. അങ്ങനെ സ്റ്റേജ് സ്കൂളിലേക്ക് മാറ്റി അവിടെ നിന്നാണ് പൊതുസമ്മേളനം സമാപിച്ചത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഉസ്താദിൻ്റെ ദർസിൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിവിധ ജനങ്ങളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഈ ദർസിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെ ഈ ബസ് യാത്ര ചെയ്യുമ്പോൾ, നാട്ടിലേക്ക് പോവുക അല്ലെങ്കിൽ വേറെ എവിടേക്കും പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റേതല്ലാത്ത മറ്റു ചില പ്രസ്ഥാനക്കാരുടെ ഒരു പ്രസിദ്ധീകരണം ഞാൻ ഈ ബസ്സിൽ നിന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. അതേതോ ഒരു മൊയ്ലിയർ വാച്ച് ചെയ്തിട്ട് അദ്ദേഹം ഉസ്താദിന് വിവരം കൊടുത്തു. ഞാൻ വഴിതെറ്റി പോകാതിരിക്കാനുള്ളൊരു മുൻകരുതലായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടാകുക. സുന്നികളല്ലാത്തവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ചാൽ അങ്ങോട്ട് പഴച്ചു പോവും, ദലാലത്തിലേക്ക് അങ്ങോട്ട് ചാടി
വീണു പോകുമെന്നൊക്കെ ഉള്ള ധാരണ അക്കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടിപ്പോൾ പിന്നെ മുട്ടായിത്തെരുവിൽ നടക്കാൻ പറ്റില്ല. കാരണം അവനെ മുട്ടായിത്തെരുവ് കണ്ടു, അവിടെ നിന്ന് തിരിഞ്ഞാൽ മൊയ്തീൻപള്ളി റോഡാണ്. ആ റോഡ് കുറച്ചുകൊണ്ട് പോകുന്ന മൊയ്തീൻപള്ളിയായി. അപ്പം ഇവിടെ കിടക്കുമോ എന്നുള്ളൊക്കെ ഒരു ആശങ്ക. ഉദാഹരണം അങ്ങനെയൊക്കെയാണ് അന്ന്. അപ്പോൾ ഇത് ഉസ്താദിനോട് റിപ്പോർട്ട് ചെയ്തിട്ട് ഉസ്താദിനോട് പറഞ്ഞു, നീ ഇങ്ങനെ കഥ വായിക്കണത് ഒരാൾ ബസ്സിൽ നിന്ന് കണ്ടിട്ട് എന്നോട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾ കാണുന്ന രീതിയിലൊന്നും അങ്ങനെ വായിക്കരുത്, ആളുകൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കും എന്നൊക്കെ പറഞ്ഞ്. വായിക്കണതിനെതിരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ ഉള്ള പ്രത്യേക സൗകര്യം ഉസ്താദ് തന്നെ പള്ളിയിൽ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ എഴുത്തിലും വായനയിലൊക്കെ ഉള്ള വാസന കണ്ടുകൊണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പുരോഗതിയിൽ വളരെ പങ്കുവഹിച്ച ഒരു മഹാനാണ് ഉസ്താദ് CH ഉസ്താദ്. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അങ്ങനെ എടക്കുളത്തെ ഈ ഏകദേശം 1.5 കൊല്ലക്കാലത്തെ ദർസ് പഠനത്തിൽ നിന്നാണ് പിന്നെ ഞാൻ ജാമിയ നൂരിയയിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നത്. അപ്പോൾ ഈ ഉസ്താദിൻ്റെ ദർസാകുമ്പോൾ അവിടെ പലരും വരികയും പോവുകയും ചെയ്യും, VIP KV ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്ന അവിടുന്ന്. KV ഉസ്താദ് ഖുർആൻ പരിഭാഷ എഴുതലും മുപ്പരേനാണ്, പിന്നെ പകർത്തി എഴുതലും മുപ്പരേനാണ്, ഫസ്റ്റ് കൊണ്ടുകൊടുക്കലും മുപ്പരേനാണ്, എഡിറ്റ് ചെയ്യലും മുപ്പരേനാണ്, പിന്നെ അവസാനം പുസ്തകമായി രൂപാന്തരം പ്രാപിച്ചാൽ വിൽക്കാൻ നടക്കലും മുപ്പരേനാണ്. അങ്ങനെ 10-15 കോപ്പി ഖുർആൻ പരിഭാഷ 2.5 വാള്യമാണ്. ഒരു വാള്യം 2.5 ജുസ് ആണ്. ഒരു വാള്യം 2.5 ജുസ് ഉള്ള 3 വാള്യങ്ങളാണ് അദ്ദേഹം സ്വന്തമായി ഇറക്കിയത്. 2.5 പിന്നെ 2.5 പിന്നെ 2.5 അങ്ങനെ 7.5 ജുസ്. അതിൻ്റെ പഴയ വാള്യങ്ങൾ പിന്നെ നമ്മൾ ഒരാൾക്കാർ ലൈബ്രറിയിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ KV ഉസ്താദിനെ ആദ്യം കാണുന്നതും അദ്ദേഹത്തിൻ്റെ കഥ ഉസ്താദ് വിവരിച്ചു തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ നിസ്സഹായകമായ പശ്ചാത്തലം നമ്മുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്നു. ഒരു മനുഷ്യന് ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് അത് മാർക്കറ്റിലിറക്കി ജനങ്ങളുടെ കയ്യിലെത്തിക്കാൻ ഇത്രമാത്രം സാഹസം ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നു കേട്ടപ്പോൾ. ഉദാഹരണം KV ഉസ്താദ്. അതുപോലെ അന്ന് നമ്മുടെ സമസ്ത പ്രസിഡൻ്റായിരുന്ന കോയക്കുട്ടി ഉസ്താദിൻ്റെ അനുജൻ CK നമ്പർ വിളിക്കുക, കുഞ്ഞി മുഹമ്മദ് മുസ്ലിം എന്ന പേര്. അദ്ദേഹത്തെ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹം എന്നിലെന്തോ ഒരു താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം പറഞ്ഞു, പോരെ ഞാൻ ചേളാരിക്ക് പോവാണ്, എന്നെ ചേളാരി കൊണ്ടുപോയി പരിചയപ്പെടുത്തി തരാം. ചേളാരി ഇങ്ങനെ സമസ്തൻ്റെ ഓഫീസുണ്ട് എന്നൊക്കെ അറിയാമെന്നല്ലാതെ അവിടെ വ്യക്തിപരമായ കാര്യം അങ്ങനെ അറിയില്ല. സാഹിബിനെ പരിചയപ്പെടുത്തി, ഇവന് ഇന്ന ആളാണ്, ഐദർസുലയിലെ ദർസിൽ പഠിക്കുന്ന ആളാണ്. അങ്ങനെ ആ ബന്ധങ്ങനെ വളർന്ന് തുടർന്ന് പോയി ഐദർസുലയിലെ മോളെ കെട്ടിക്കാനുള്ള ഏർപ്പാട് ചെയ്തത് മൂപ്പരാണ് എന്നെ കൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമസ്തയുമായി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പല ആളുകൾ അവിടെ വരും പോവും, അവരുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് മൊത്തത്തിൽ ദർസ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഒരിക്കൽ ശനിയാഴ്ച കോട്ടക്കൽ ചന്തക്ക് ഞാൻ ചെന്നപ്പോൾ പാപ്പാനെ കാണാൻ പോയി. അപ്പോൾ അവിടെ ഉസ്താദുണ്ട്. അങ്ങനെയാണത്. ഹൈദർസ് മുസ്ലിയാർ എന്നാണ് ഈ ഉസ്താദിൻ്റെ പേര്. ഇവിടെ അടുത്ത് തന്നെയാണ്, വാളക്കുളത്താണ് എന്നൊക്കെ. എടക്കുളത്തെ ഈ ദർസിലൂടെയുള്ള ബന്ധം ഉസ്താദുമായി തുടങ്ങി. അൽഹംദുലില്ലാഹ് ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങൾ വരെ അത് ശക്തമായി പിന്തുടരാൻ സാധിച്ചു. അതിന് ഉസ്താദ് അവരുടെ പ്രിയപുത്രി ഉമ്മു സലമയെ വിവാഹം ചെയ്തു എന്നത് ശക്തമായ ഒരു നിമിത്തവും ഒരു ഹേതുകവും ഒരു ബാന്ധവവുമായി. ഈ പ്രപ്പോസൽ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ CK എന്ന കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.